ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു പ്രത്യേക കാര്യം പറയുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നാം എല്ലാവരും ധാരാളം വഴിപാട് ചെയ്യുന്നവരാണല്ലേ. നമ്മൾ പലരും ചെയ്യാത്തവരും ഉണ്ടാവും. എന്നാൽ ഇതിൻ്റെ ഫലം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ചിലർക്കറിയാം. ഇഷ്ടകാര്യസിദ്ധിക്കായി പല വഴിപാടുകളും ചെയ്യാറുമുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓളെന്നുള്ളൊരു ഭാഗം ഒന്ന് തൊട്ട് വയ്ക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പാർവതി പരമേശ്വരന്മാരായ, അതായത് പാർവതിയുടെയും പരമേശ്വരൻ്റെയും പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒറ്റനാരങ്ങ വഴിപാട് നടത്തുന്ന ഒരു ഇതുണ്ട്. ഒറ്റനാരങ്ങ വഴിപാട് അത് ചെയ്യുന്നത് കൊണ്ട് എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കാൻ സഹായിക്കും. സന്താന സൗഭാഗ്യവും മംഗളകാര്യങ്ങളും ഇഷ്ടകാര്യസിദ്ധി എന്നിവയൊക്കെ ഇത് ചെയ്യാം. ഈ ഒറ്റനാരങ്ങ വഴിപാട് മികച്ച ഒരു വഴിപാടാണ്. ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഭഗവാൻ ഈ വഴിപാട് സമർപ്പിക്കുന്നത്. ഇന്ന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു വഴിപാടാണ് ഇത്. ഭഗവാൻ ശ്രീമുരുകൻ ക്ഷിപ്രപ്രസാദിയാണ്, സംശയം വേണ്ട. ഇനി എങ്ങനെയാണ് ഈ വഴിപാട് സമർപ്പിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടാണല്ലോ ഒറ്റനാരങ്ങ വഴിപാട് സമർപ്പിക്കുന്നത് പറഞ്ഞു. ഇത് ചെയ്യുന്നതിന് ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നടക്കാത്ത ഏത് ആഗ്രഹവും നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ അനുഭവമുണ്ട്. ജ്യോതിശാസ്ത്രപ്രകാരം ചൊവ്വ ദുഗ്രഹദോഷമുള്ളവർക്കും ഈ വഴിപാട് ഉത്തമമാണ്. ചൊവ്വയുടെ ദേവൻ യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യനല്ലേ. അപ്പോൾ പൂർത്തീകരണം മാത്രമല്ല, മറ്റു പല നേട്ടങ്ങളും ഈ വഴിപാട് കൊണ്ട് ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ. ഉദ്ദിഷ്ട കാര്യത്തിനായി ഒറ്റനാരങ്ങ വഴിപാട് സമർപ്പിക്കുന്നു. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഒരു വാഴയിലയിൽ ഒരു നാരങ്ങയും ഒരു ഒറ്റ രൂപ നാണയവും വെളുത്ത പുഷ്പവും എടുക്കണം. ഇത് കയ്യിൽ വെച്ച് ഭഗവാനെ 6 തവണ പ്രദക്ഷിണം വയ്ക്കണം. അതിനുശേഷം ഈ ഇല ക്ഷേത്രത്തിൽ സമർപ്പിക്കണം. ഇത് സ്ഥിരമായി ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പിന്നെ വിഘ്നങ്ങൾ ജീവിതത്തിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വിഘ്നേശ്വരൻ്റെ അനുഗ്രഹവും വേണം, അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സമർപ്പണത്തിന് മുൻപായി ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കേണ്ടതാണ്. ഇതേ വഴിപാട് തന്നെ ഗണപതി ഭഗവാനും സമർപ്പിക്കണം. ഇതിലൂടെ നമുക്ക് ചുറ്റുമുണ്ടാകുന്ന എല്ലാവിധത്തിലുള്ള വിഘ്നങ്ങൾക്കും ഒരു നല്ലൊരു പരിഹാരമാണ്. നമ്മൾ എന്ത് ചെയ്താലും വിഘ്നേശ്വരനല്ലേ ആദ്യം കൊടുക്കുക. വഴിപാടിൻ്റെ 6ാമത്തെ ദിവസം ഭഗവാന് നാരങ്ങാമാല സമർപ്പിക്കണം. ഇത് ഫലം ഇരട്ടിയാക്കും, നേട്ടങ്ങൾ കൈവരും. പെട്ടെന്ന് ഫലസിദ്ധി നമുക്ക് കൈവരും. അതും ചൊവ്വാഴ്ച തന്നെയാണ് നാരങ്ങ മാലയും സമർപ്പിക്കേണ്ടത്. ഇത് മംഗല്യസിദ്ധിക്ക് സഹായിക്കുന്ന ഒരു വഴിപാടും കൂടിയാണ്. മംഗല്യ തടസ്സങ്ങൾ മാറുകയും ജാതകത്തിലെ ചൊവ്വാദോഷത്തെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മംഗല്യ തടസ്സങ്ങൾക്ക് പരിഹാരമായിട്ട് തന്നെ ഒറ്റനാരങ്ങ വഴിപാടും നാരങ്ങ മാലയും ഭഗവാൻ സമർപ്പിക്കാവുന്നതാണ്. ഭഗവാന്റെ മൂലമന്ത്രം അറിയാത്തവർക്കായി പറയുന്നു. ഓം ശരവണഭവ എന്ന് ജപിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് നമ്മൾ സദാ ജപിക്കുന്നതും നല്ലതാണ്. എല്ലാവിധത്തിലുള്ള കഷ്ടതകളും മാറിക്കിട്ടും, എല്ലാ അസ്വസ്ഥതകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറിക്കിട്ടും. എപ്പോഴും ജപിക്കുന്നതും ഒറ്റനാരങ്ങ വഴിപാട് ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.